ഹായ് ഓൾ, വെൽക്കം ടു സൈലം SSC RRB. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗ്രൂപ്പ് ഡി എക്സാമിന് വരാൻ സാധ്യതയുള്ള ചില ന്യൂമറിക്കൽ കാൽക്കുലേഷൻ ആവശ്യമുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഗ്രൂപ്പ് ഡി എക്സാമിന് പല ഷിഫ്റ്റുകളിലായിട്ട് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചതായിട്ട് നമ്മളെ വിദ്യാർത്ഥികൾ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ എളുപ്പത്തിൽ നമ്മൾ ക്വസ്റ്റ്യൻസിനെ അഭിമുഖീകരിക്കേണ്ട രീതി എന്താണ്, എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ഇക്വേഷൻസ്, ചില സാമ്പിൾ ക്വസ്റ്റ്യൻസിലൂടെ നമുക്കത് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. സോ നമ്മൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം ഇങ്ങനെയാണ്: ദ വർക്ക് ഡൺ ബൈ എൻ 800 kilogram കാർ ഇൻ ഇറ്റ്സ് ഇൻക്രീസിംഗ് ഇറ്റ്സ് വെലോസിറ്റി ഫ്രം 5 meter per second to 10 meter per second. 800 കിലോഗ്രാം ഭാരമുള്ള ഒരു കാറിന്റെ പ്രവേഗം 5 meter per secondൽ നിന്ന് 10 meter per secondലേക്ക് വർദ്ധിപ്പിക്കാൻ ചെയ്യേണ്ട പ്രവൃത്തിയുടെ അളവ് എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നമ്മൾ ചെയ്യുന്നതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഒരു തിയറമാണ്, വർക്ക് എനർജി തിയറം എന്ന് നമ്മൾ പറയും. വർക്ക് എനർജി തിയറത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ചോദ്യം ചെയ്യുന്നത്, ഇതേ പാറ്റേണിലുള്ള. വർക്ക് എനർജി തിയറം പ്രകാരം വർക്ക് ഡൺ, അതിനെ നമുക്ക് W എന്ന് വിളിക്കാം. വർക്ക് ഡൺ എന്ന് പറയുന്നത് ഗതികോർജത്തിൽ ഉണ്ടാവുന്ന മാറ്റമാണ്. അപ്പൊ ഗതികോർജത്തിൽ ഉണ്ടാവുന്ന മാറ്റം എന്ന് പറയുമ്പോൾ ഫൈനൽ കൈനറ്റിക് എനർജി, അവസാനം ഉള്ള കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ½ ആണ്, അവസാനത്തെ പ്രവേഗത്തിൽ നിന്ന് കിട്ടുന്നതാണ്. ഇനി ആദ്യമുള്ള കൈനറ്റിക് എനർജി ½ എന്നാണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ½ m(v²-u²). അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങളിൽ നിങ്ങൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ ഇങ്ങനെയാണ്. അതായത് ആദ്യ പ്രവേഗം തന്നിട്ടുണ്ട്, അന്ത്യപ്രവേഗം തന്നിട്ടുണ്ട്, മാസ് തന്നിട്ടുണ്ട്, വർക്കാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ, ഇങ്ങനെയുള്ള ടെംപ്ലേറ്റ് ക്വസ്റ്റ്യൻ ആണ് വരുന്നതെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ എന്താണ്? W = ½ mv²-u². ഈ ചോദ്യത്തിൽ തന്നിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എടുത്തെഴുതാം. മാസ് എന്ന് പറയുന്നത് 800 കിലോഗ്രാം എന്ന് പറയുന്നുണ്ട്, സ്റ്റാൻഡേർഡ് യൂണിറ്റ് ആണ്, മാറ്റമൊന്നും വരുത്തേണ്ട ആവശ്യമില്ല. ഇനി ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? 5 meter per second ആണ്. ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്നത് 10 meter per second ആണ്. ഓക്കെ, ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യനിലെ കൺസെപ്റ്റിനനുസരിച്ച് കാര്യങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വർക്ക് ഡൺ സമം ½ ഇൻറ്റു m എത്രയാ? 800 കിലോഗ്രാം. വി എന്ന് പറയുന്നത് 10 ആണ്, 10², v² ആണ്, -5². ഇനി നമുക്കറിയാം a² - b², മാത്തമാറ്റിക്സിൽ നമ്മൾ പഠിച്ചതാണ്. a+b × a - b എന്നുള്ള രീതിയിൽ നമുക്ക് ഇത് കണ്ടുപിടിക്കാം. അപ്പൊ ഇവിടെ a² - b² എന്നുള്ള ഫോമാറ്റിലാണ് 10² - 5². അപ്പൊ എനിക്ക് എങ്ങനെ എഴുതാം? ½ ഇൻറ്റു 800 ഇൻറ്റു 10 + 5, a+b 15, 10 - 5 5. ഇനി നമുക്ക് ബാക്കി കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ ½ ഇൻറ്റു 800, 800ന്റെ പകുതി 400 വരും. 400 ഇൻറ്റു 15 ഇൻറ്റു 5. ഓക്കെ, ദെൻ 4 ഇൻറ്റു 15 നമുക്കറിയാം 60 ആണ്. 60 ഇൻറ്റു 5 എത്ര വരും? 300 വരും. സോ ടോട്ടൽ ആൻസർ നമുക്ക് എന്താ കിട്ടുന്നത്? 30,000 ജൂൾ ആണ്. വർക്കിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ജൂൾ ആണ്. പക്ഷെ നമ്മൾ ഓപ്ഷൻ നോക്കുമ്പോൾ കിലോ ജൂളിലാണ് ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എന്താണ്? 1 കിലോ ജൂൾ എന്ന് പറയുന്നത് 1000 ജൂളിന് സമമാണ്. 1000 ജൂൾ എന്ന് പറഞ്ഞാൽ അതിനെ നമുക്ക് 1 കിലോ ജൂൾ എന്ന് പറഞ്ഞാൽ പറയാൻ സാധിക്കും. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് 30,000 കിലോ ജൂളാണ്. 30,000 കിലോ ജൂൾ എന്ന് പറഞ്ഞാൽ അത് എത്രയായിരിക്കും? 30 കിലോ ജൂൾ എന്നുള്ള രീതിയിലും പറയാം. ഓക്കെ, സോ കറക്റ്റ് ആൻസർ, ഈ ചോദ്യത്തിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്താണ്? 30 കിലോ ജൂൾ. ഓപ്ഷൻ 1 ആണ് ശരിയായിട്ടുള്ള ആൻസർ. അപ്പൊ വർക്ക് ഡൺ കണ്ടുപിടിക്കണം. മാസ് തന്നിട്ടുണ്ട്, ഇനീഷ്യൽ വെലോസിറ്റി ആദ്യ പ്രവേഗം, അന്ത്യപ്രവേഗം എന്നിവ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ നോട്ട് ചെയ്ത് വെക്കുക. W = ½ mv² - ½ mu². വർക്ക് എനർജി തിയറത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ: an object starts from moving from its rest position. റെസ്റ്റ് പൊസിഷൻ എന്നുള്ള ഒരു വാചകം നിങ്ങൾ ചോദ്യ പേപ്പറിൽ കാണുന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ നിങ്ങൾ സൈഡിലേക്ക് മാറ്റി എഴുതണം. എന്താണ്? ഇനീഷ്യൽ വെലോസിറ്റി u എന്ന് പറയുന്നത് എത്രയാണ്? 0 meter per second ആണ്. ഫ്രം റെസ്റ്റ് എന്ന് കാണുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഇനീഷ്യൽ വെലോസിറ്റി എന്തായിരിക്കണം? 0 meter per second ആയിരിക്കും. ഇറ്റ് അറ്റൈൻസ് എ സ്പീഡ് ഓഫ് 5 meter per second in 2 seconds. സമയം വെറും 2 സെക്കൻഡ് കൊണ്ട് അയാള് അവസാനം നേടുന്ന വെലോസിറ്റി, അന്ത്യപ്രവേഗം എത്രയാണ്? 5 meter per second ആണ്. അങ്ങനെയെങ്കിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്തിന്റെ വാല്യൂ കാണാനാണ്? ആക്സിലറേഷന്റെ മൂല്യം എത്രയാണ്? വളരെ സിമ്പിൾ ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്. ത്വരണം, ആക്സിലറേഷൻ എങ്ങനെ കണ്ടുപിടിക്കാം? ആക്സിലറേഷന് കൊടുത്തിരിക്കുന്ന നിർവചനം ഇങ്ങനെയാണ്: ഇറ്റ് ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി. അല്ലെങ്കിൽ ഇക്വേഷൻ ഇങ്ങനെ എഴുതാം: അന്ത്യപ്രവേഗം മൈനസ്
ആദ്യ പ്രവേഗം ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി, ഇതാണ് ആക്സിലറേഷൻ. അന്ത്യപ്രവേഗം നമ്മുടെ കയ്യിലുണ്ട്, എത്രയാണ്? 5 മീറ്റർ പെർ സെക്കൻഡ് ആണ് അയാളുടെ അവസാനത്തെ വെലോസിറ്റി. ഫ്രം റെസ്റ്റ് എന്ന് പറഞ്ഞത് കൊണ്ട് നമ്മൾ പറയാതെ പറഞ്ഞൊരു കാര്യമാണ്, 0 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഫ്രം റെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റി 0 ആയിരിക്കും. ഡിവൈഡഡ് ബൈ സമയം 2 സെക്കൻഡ് ആണ്. അപ്പൊ 5/2 2.5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ആക്സിലറേഷന്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അപ്പൊ 2.5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ഇദ്ദേഹത്തിന്റെ ആക്സിലറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ശരിയായിട്ടുള്ള ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ 3 ആണ്. ഓപ്ഷൻ 3, ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ഈ കൺസെപ്റ്റ് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട ഇക്വേഷൻ ഓർത്തിരിക്കുക, നോട്ട് ചെയ്ത് വെക്കുക. രണ്ടാമത്തെ ഇക്വേഷൻ ആക്സിലറേഷൻ സമം v മൈനസ് യു ഡിവൈഡഡ് ബൈ ടി. ശരിയായിട്ടുള്ള ഉത്തരം 2.5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഓക്കെ, അങ്ങനെയെങ്കിൽ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. എൻ ഒബ്ജക്ട് വെയിങ് 5 കിലോഗ്രാം, അയാളുടെ മാസിനെ പറ്റിയാണ് പറയുന്നത്. മാസിന്റെ യൂണിറ്റ് ആണ് കിലോഗ്രാം എന്ന് പറയുന്നത്. ഒരു വസ്തുവിന്റെ മാസ് എത്രയാണെന്ന് പറയുന്നുണ്ട്? 5 കിലോഗ്രാം. ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഓരോന്നായിട്ട് ആദ്യം സൈഡിലേക്ക് എടുത്ത് എഴുതാനായിട്ട് ശ്രമിക്കാം. 5 കിലോഗ്രാം. അയാളെ ഒരു ഹൈറ്റ് 4 മീറ്ററിലേക്ക് നമ്മൾ ഉയർത്തുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഹൈറ്റ് എത്രയാണ്? 4 മീറ്റർ ആണ്. വാട്ട് വിൽ ബി ദ വാല്യൂ ഓഫ് വർക്ക് ഡൺ ഡ്യൂ ടു ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി ആക്ടിംഗ് ഓൺ ദാറ്റ് ഒബ്ജക്ട്? ഗ്രാവിറ്റി മൂലം ഉണ്ടാവുന്ന അയാളിൽ ഉള്ള വർക്ക് എത്രയാണ് ഇത്രയും ഹൈറ്റിലേക്ക് ഉയർത്താനായിട്ട്? W ആണ് കണ്ടുപിടിക്കേണ്ടത്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എത്ര എടുത്തോളാനായിട്ട് ചോദ്യം പറയുന്നുണ്ട്? 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആയിട്ട് എടുത്തോളാനായിട്ട് പറയുന്നുണ്ട്. ഇവിടെ വർക്ക് ഡൺ എന്ന് പറയുന്നത് അയാളിലുള്ള ആ പൊട്ടൻഷ്യൽ എനർജിയിൽ ഉണ്ടാകുന്ന വ്യത്യാസമാണ്. യു ആണ് സത്യത്തിൽ നമ്മൾ കണ്ടുപിടിക്കുന്നത്. യു എന്ന് പറയുന്നത് ആക്ച്വലി ഇവിടെ ഗ്രാവിറ്റേഷൻ ഫോഴ്സിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഭൂമിയുടെ കേന്ദ്രത്തിലേക്കാണ്. നമ്മൾ വസ്തുവിനെ ഉയർത്തുന്നത് മേലോട്ടേക്കാണ്. അപ്പോൾ ഫോഴ്സ് ഇങ്ങോട്ടേക്കും വസ്തുവിനെ ഉയർത്തുന്ന ദിശ നേരെ മുകളിലോട്ടേക്കുമാണ്. അപ്പോൾ രണ്ടിന്റെയും ദിശകൾ എന്ന് പറയുന്നത് എന്താണ്? ഓപ്പോസിറ്റ് ആണ്, പരസ്പരം ഓപ്പോസിറ്റ് ആണ്. അല്ലെങ്കിൽ നമുക്ക് പറയാം W കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ ഇങ്ങനെയാണ്: ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ഇൻറ്റു കോസ് തീറ്റ. ഇവിടെ ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? അയാളുടെ വെയിറ്റ് ആണ്. ഫോഴ്സ് എന്ന് പറയുന്നത് അയാളുടെ വെയിറ്റ് ആണ്. F ഈസ് ഈക്വൽ ടു mg എന്ന് പറയുന്നതാണ്. മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് അയാൾ ഉയർത്തുന്ന ഹൈറ്റ് ആണ്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് മേലോട്ടും ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി താഴോട്ടുമാണ്. അപ്പൊ ഇവർക്കിടയിലുള്ള ആംഗിൾ എത്രയാണ്? 180 ഡിഗ്രി ആണ്. അപ്പൊ 180 ഡിഗ്രി ആണെങ്കിൽ കോസ് 180 ഡിഗ്രി നമുക്കറിയാം. കോസ് 180 ഡിഗ്രി എത്ര വരും? -1 ആണ്. അതുകൊണ്ട് നമുക്ക് കിട്ടുക എന്താ? W is equal to minus F into D എന്നാണ്. F into D. നെഗറ്റീവ് സിമ്പിൾ വരും. ഇവിടെ F എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു mg ആണ്. സോ -mg. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് അയാൾ ഉയർത്തുന്ന ഹൈറ്റ് ആണ്, h ആണ്. സോ -mgh. ഇതാണ് അവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഇവിടെയുള്ള വർക്ക് ഡൺ എന്ന് പറയുന്നത്. സോ -mgh. ഇനി കാര്യങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. മൈനസ് മാസിന്റെ വാല്യൂ 5 കിലോഗ്രാം എന്ന് പറയുന്നുണ്ട്. ജി എത്രയാണ്? 10 ആണ്. ഹൈറ്റ് എത്രയാണ്? 4 ആണ്. സോ 4 × 5 × 10 മൈനസ് സൈൻ ഉണ്ട്, നെഗറ്റീവ് സൈൻ ഉണ്ട്. അതിന്റെ കാരണം മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. കാരണം ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും തമ്മിലുള്ള ആംഗിൾ എത്രയാണ് വരുന്നത്? 180 ഡിഗ്രി. അതുകൊണ്ട് കോസ് 180 ഡിഗ്രി -1 ആയിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങളിൽ നെഗറ്റീവ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന സിമ്പിൾ എന്ന് പറയുന്നത്. -200 ജൂൾ ആണ് ഇവിടെയുള്ള വർക്ക് ഡൺ എന്ന് പറയുന്നത്. സോ നമ്മുടെ കറക്റ്റ് ആൻസർ എത്രയാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ 4 -200 ജൂൾ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. -mgh എന്ന് പറയുന്ന ഫോർമുലയാണ് യൂസ് ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ കാണുകയാണെങ്കിൽ. കൺസെപ്റ്റ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ആൻ അയൺ ബോൾ ഓഫ് മാസ്. ഒന്ന് നോട്ട് ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കാം. എന്തൊക്കെയാണ് ചോദ്യത്തിൽ പറയുന്നുള്ളത്? മാസ് 8 കിലോഗ്രാം എന്ന് പറയുന്നുണ്ട്. അയൺ ബോളിന്റെ മാസ് ആണ് MI എന്ന് എഴുതാം. അലൂമിനിയം ബോളിന്റെ മാസ് എത്രയാണ്? 3 കിലോഗ്രാം. രണ്ടുപേരെയും ഒരേ ഹൈറ്റിൽ നിന്ന് തന്നെ താഴെയിടുന്നു. ഹൈറ്റ് എത്രയാണ്? h എന്ന് പറയുന്നത് 20 മീറ്റർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്വാണ്ടിറ്റീസ് വിൽ ബി ദ സെയിം? ഏതൊക്കെ ക്വാണ്ടിറ്റീസ് ആയിരിക്കും സെയിം അറ്റ് എ ഹൈറ്റ് ഓഫ് 10 മീറ്റർ ഫ്രം ദ ഗ്രൗണ്ട്? ഗ്രൗണ്ടിൽ നിന്ന് 10 മീറ്റർ ഡിസ്റ്റൻസിൽ ഏതൊക്കെ ക്വാണ്ടിറ്റി ആയിരിക്കും സെയിം എന്ന് പറയുന്നത്? നമുക്ക് നോക്കാം. കൈനറ്റിക് എനർജി സെയിം ആവുമോ? ഇല്ല. കാരണം കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്താണ്? 12 mv² എന്ന് പറയുന്നതാണ്. ഇവിടെ m എന്ന് പറയുന്നത് എന്താണ്? മാസ് ആണ്. അപ്പൊ രണ്ടിന്റെയും മാസുകൾ വ്യത്യസ്തമായതുകൊണ്ട് തന്നെ കൈനറ്റിക് എനർജിയും വ്യത്യസ്തമായിരിക്കും. ഇനി ആക്സിലറേഷൻ എന്ന് പറയുന്നത് രണ്ട് വസ്തുക്കൾ താഴോട്ടേക്ക് വീഴുമ്പോൾ
ഭൂമി അതിൽ എക്സേർട്ട് ചെയ്യുന്ന ഗുരുത്വാകർഷണ ഫലം മൂലമുണ്ടാകുന്ന ആക്സിലറേഷൻ ആണ്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. അയാൾക്ക് യാതൊരുവിധ മാറ്റവും വരാൻ പോകുന്നില്ല. അതൊരു കോൺസ്റ്റന്റ് ആണ്. 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. കാൽക്കുലേഷന്റെ എളുപ്പത്തിൽ നമ്മൾ 10 എന്നൊക്കെ അസ്യൂം ചെയ്യാറുണ്ട്. ചോദ്യത്തിൽ പറയും ആക്സിലറേഷൻ എന്തായിരിക്കും, അതിന് യാതൊരു മാറ്റവും വരാൻ പോകുന്നില്ല. ഇത് 2 മാസുകൾക്കും എത്ര മാസുകൾ വ്യത്യാസമുണ്ടെങ്കിലും അവർക്കുള്ള ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്തായിരിക്കും, സെയിം ആയിരിക്കും. പൊട്ടൻഷ്യൽ എനർജി യു ആണ്. mgh എന്ന് പറയുന്നതാണ് ഫോർമുല. മാസ്, അവിടെ മാസ് വ്യത്യസ്തമാണ്, അപ്പോൾ പൊട്ടൻഷ്യൽ എനർജിയും വ്യത്യസ്തമായിരിക്കും. മൊമെന്റം പി എന്ന് പറയും. പി എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു വെലോസിറ്റി ആണ്. ഇവിടെയും മാസ് വന്നു. രണ്ടിന്റെയും മാസ് ഡിഫറൻ്റ് ആണ്. ഓഫ് കോഴ്സ് മൊമെന്റവും വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഇവിടെ സെയിം ആയിരിക്കുന്നത് നിങ്ങൾ 3 കിലോഗ്രാം 8 കിലോഗ്രാം ഉള്ള 2 വ്യത്യസ്ത വസ്തുക്കളുടെ ബോളുകൾ താഴോട്ടേക്ക് ഡ്രോപ്പ് ചെയ്യുകയാണെങ്കിൽ ഭൂമി അവരിൽ ചെലുത്തുന്ന ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിക്ക് യാതൊരു മാറ്റവും വരാൻ സാധ്യതയില്ല, അല്ലെങ്കിൽ വരുന്നില്ല. അതൊരു കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ആക്സിലറേഷൻ ആണ് കോൺസ്റ്റന്റ് ആയിട്ടിരിക്കുന്നത്. ഓപ്ഷൻ 2 ആണ് ശരിയായിട്ടുള്ള ആൻസർ. ഓക്കെ, കൺസെപ്റ്റ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. എൻ ഒബ്ജക്റ്റ് ഓഫ് സൈസ് 1 സെന്റിമീറ്റർ. എന്താണ് പറയുന്നത്? ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, അയാളുടെ സൈസ് 1 സെന്റിമീറ്റർ ആണ്. അപ്പോൾ ഒബ്ജക്റ്റിന്റെ സൈസിനെ HO എന്ന് നമുക്ക് വിളിക്കാം. HO എത്രയാണ്? 1 സെന്റിമീറ്റർ. ഈസ് പ്ലേസ്ഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 24 സെന്റിമീറ്റർ ഇൻ ഫ്രണ്ട് ഓഫ് എ കോൺകേവ് മിറർ. ഇപ്പൊ കോൺകേവ് മിററിന്റെ ഒരു ഏകദേശ ചിത്രം നമ്മളൊന്ന് ആദ്യം വരച്ചു വെക്കുക സൈഡിലായിട്ട്. ഇതാണ് കോൺകേവ് മിറർ. ആ കോൺകേവ് മിററിന്റെ മുന്നിലായിട്ട് ആ മിററിന്റെ പ്രിൻസിപ്പൽ ആക്സിസ് ആണിത്. ആ പ്രിൻസിപ്പൽ ആക്സിസിൽ നിന്ന് 24 സെന്റിമീറ്റർ മാറി, പോളിൽ നിന്ന് 24 സെന്റിമീറ്റർ മാറി നമ്മൾ ഒരു വസ്തുവിനെ വെച്ചിട്ടുണ്ട്. ആ വസ്തുവിന്റെ നീളമാണ് 1 സെന്റിമീറ്റർ എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് ആ മിററിന്റെ കേന്ദ്ര ബിന്ദുവാണ്. ആ മിറർ സർഫസിന്റെ കേന്ദ്ര ബിന്ദുവിനെയാണ് നമ്മൾ പോൾ എന്ന് വിളിക്കുന്നത്. പോളിൽ നിന്ന് 24 സെന്റിമീറ്റർ അകലെയാണ്. ഇനി കോൺകേവ് മിററിന്റെ ഫോക്കൽ ലെങ്ത് എത്രയാണെന്ന് പറയുന്നുണ്ട്. ഫോക്കസ് നിൽക്കുന്നത് 16 സെന്റിമീറ്റർ അകലെയാണ്. അങ്ങനെയെങ്കിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ദ ഇമേജ് ഫോംഡ് വിൽ ബി, എങ്ങനെയായിരിക്കും ഇമേജ് ഉണ്ടാവുന്നത്, അതുപോലെ തന്നെ ഹൈറ്റ് ഓഫ് ദ ഇമേജ്, ഇമേജിന്റെ ഹൈറ്റ് നമുക്ക് കണ്ടുപിടിക്കണം. HI എന്ന് ഞാൻ വിളിച്ചു, അത് കണ്ടുപിടിക്കണം. തന്നിട്ടുള്ള കാര്യം എന്തൊക്കെയാണ്? നമ്മുടെ U തന്നിട്ടുണ്ട്. U ആണ് ഒബ്ജക്റ്റിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത്. ഒപ്റ്റിക്സിൽ U എന്ന് പറഞ്ഞാൽ പോളിൽ നിന്ന് ഒബ്ജക്റ്റിലേക്കുള്ള ദൂരമാണ്. 24 സെന്റിമീറ്റർ ആണ്. പക്ഷേ സൈൻ കൺവെൻഷൻ കൊടുക്കണം. പോളിൽ നിന്ന് നമ്മൾ ഇടത്തെ സൈഡിലേക്കാണ് അളക്കുന്നത്, -24. ഇനി V എന്ന് പറയുന്നത് എന്താണ്? V എന്ന് പറയുന്നത് നമുക്ക് അറിയില്ല, കണ്ടുപിടിക്കണം. V ആവശ്യമുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. V എന്തായാലും നമ്മുടെ ചോദ്യത്തിൽ തന്നിട്ടില്ല. ദെൻ അടുത്തതായിട്ട് ഫോക്കൽ ലെങ്ത് പറയുന്നുണ്ട്. ഫോക്കൽ ലെങ്ത് എത്രയാണ്? 16 സെന്റിമീറ്റർ ആണ്. 16 സെന്റിമീറ്റർ നമ്മൾ പോളിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്കാണ് അളക്കുന്നത്. സോ തീർച്ചയായിട്ടും സൈഡ് എന്തായിരിക്കും? -16 ആണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഹൈറ്റ് ഓഫ് ദ ഇമേജ് കാണാനാണ് ചോദ്യത്തിൽ. ഇമേജിന്റെ ഹൈറ്റും അതുപോലെ തന്നെ ഇമേജിന്റെ നേച്ചർ എന്തായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമുക്കറിയാം മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്, അതിന്റെ ആവർത്തനം എന്ന് പറയുന്നത് ഇമേജിന്റെ ഹൈറ്റ് ഡിവൈഡഡ് ബൈ ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് ആണ്. ഇമേജിന്റെ ഹൈറ്റിനെ ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് വെച്ച് ഡിവൈഡ് ചെയ്യണം. മിററിന്റെ കേസ് ആണെങ്കിൽ എഫും യുവും വരുന്ന വിധത്തിൽ നമ്മൾ മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കാനായിട്ട് ഒരു ഇക്വേഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിങ്ങനെയാണ് എഫ് ഡിവൈഡഡ് ബൈ എഫ് മൈനസ് യു. ഈ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എഫും യുവും ഉള്ള മാഗ്നിഫിക്കേഷന്റെ ഇക്വേഷൻ ആണ് എഫ് ബൈ എഫ് മൈനസ് യു. ഇനി നമുക്ക് കാര്യങ്ങളൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. HI തന്നിട്ടില്ല, HI കണ്ടുപിടിക്കണം. HO എത്രയാണ്? HO നമ്മളോട് പറയുന്നുണ്ട് എത്രയാ? 1 സെന്റിമീറ്റർ ആണ്. 1 സെന്റിമീറ്റർ. ഓക്കെ, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1 സെന്റിമീറ്റർ. ഇനി ഫോക്കൽ ലെങ്ത് എത്രയാണ്? ഫോക്കൽ ലെങ്ത് -16 സെന്റിമീറ്റർ. -16 എഫ് മൈനസ് ഓഫ് എത്രയാണ് വരിക? 24. -24. അപ്പൊ മൈനസ് ഓഫ് മൈനസ് എന്ത് വരും? പ്ലസ് വരും. -16 പ്ലസ് 24. അപ്പൊ നമുക്ക് എന്താ കിട്ടുക? HI സമം -16. 24 -16 എന്ന് പറയുമ്പോൾ 8 വരും. അതായത് നമ്മുടെ ആൻസർ എന്താണ്? ഹൈറ്റ് ഓഫ് ദ ഇമേജ് സമം -2 സെന്റിമീറ്റർ. ഈ നെഗറ്റീവ് സൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എനിക്ക് കിട്ടിയ ഇമേജ് എങ്ങനെയാണ്? തല തിരിഞ്ഞ ഇമേജ് ആണ്. പോളിൽ നിന്ന് താഴോട്ടേക്കാണ് ഞാൻ അളക്കുന്നത്. അതുകൊണ്ടാണ് നെഗറ്റീവ് സൈൻ കിട്ടിയിരിക്കുന്നത്. അപ്പൊ HI ഇമേജിന്റെ ഹൈറ്റിൽ നെഗറ്റീവ് സൈൻ ഉണ്ടെങ്കിൽ
നിങ്ങൾ മനസ്സിലാക്കണം, അത് തല കീഴായിട്ടുള്ള ഇൻവേർട്ടഡ് ഇമേജ് ആണ്. ഇനി പോസിറ്റീവ് സൈൻ ആണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് പറയാം അത് ഇറക്റ്റ് ആയിട്ടുള്ള നേരെയുള്ള ഇമേജ് ആണ്. ഇവിടെ മൈനസ് ആണ്, അപ്പൊ ഇൻവേർട്ടഡ് ആണ്. അപ്പൊ രണ്ട് ഓപ്ഷൻസ് നമുക്ക് ഇവിടെ എലിമിനേറ്റ് ചെയ്യാം. എന്തായാലും എന്തല്ല, ഇറക്റ്റ് അല്ല, നെഗറ്റീവ് വന്നതുകൊണ്ട് ഇൻവേർട്ടഡ് ആണ്. ഈ നോക്കിക്കേ, 2 സെന്റിമീറ്റർ ആണ് അതിന്റെ ഉയരം എന്നുള്ള രീതിയിൽ നമുക്ക് കാൽക്കുലേഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഓപ്ഷൻ എന്തായിരിക്കും? ഓപ്ഷൻ 2 ആണ് കറക്റ്റ് എന്ന് പറയുന്നത്. ഇൻവേർട്ടഡ് 2 സെന്റിമീറ്റർ. വളരെ പെട്ടെന്ന് ചെയ്യാം. നിങ്ങൾ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്: HI ഡിവൈഡഡ് ബൈ HO F മൈനസ് യു. മിററിന്റെ കേസ് ആണെങ്കിലാണ് നമ്മൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്യുന്നത്. കോൺകേവ് മിറർ, കോൺകേവ് ആണെങ്കിലും കോൺവെക്സ് ആണെങ്കിലും നമുക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. നിങ്ങൾ പ്രോപ്പർ സൈൻ കൺവെൻഷൻ കൊടുത്താൽ മതി. എല്ലാ കാര്യങ്ങളും നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് പ്രകാരം രണ്ടാമത്തെ ഓപ്ഷൻ ആണ് കിട്ടുന്നത്. സോ ഈ ഒരു ഇക്വേഷൻ പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. ദ മാഗ്നിഫിക്കേഷൻ ഓഫ് എൻ ഇമേജ് ഈസ് +1.5 ആൻഡ് ദ ഡിസ്റ്റൻസ് ഓഫ് ദ ഒബ്ജക്ട്. മാഗ്നിഫിക്കേഷൻ തന്നിട്ടുണ്ട് m സമം, ഒന്ന് എടുത്ത് എഴുതാനായിട്ട് ശ്രമിക്കാം. m സമം എത്രയാണ്? +1.5 ആണ്. അതിന് ഫ്രാക്ഷന്റെ രൂപത്തിൽ ഞാൻ ഒന്ന് എഴുതുകയാണ്. +3/2 എന്നുള്ള രീതിയിൽ എഴുതാം. സെയിം ആണ് അല്ലെ? ഇനി ആൻഡ് ദ ഡിസ്റ്റൻസ് ഓഫ് ദ ഒബ്ജക്ട് ഫ്രം സ്പെറിക്കൽ മിറർ. ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. മിററിൽ നിന്ന് ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസിനെ u എന്നാണ് നമ്മൾ പറയാ. അത് എത്രയാണ്? 30 സെന്റിമീറ്റർ ആണ്. എപ്പോഴും മിററിന്റെ ഫ്രണ്ടിലെ നമുക്ക് ഒബ്ജക്റ്റ് വെക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ u എന്ന് പറയുന്നതിന്റെ സിമ്പൽ എപ്പോഴും എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. സോ -30 സെന്റിമീറ്റർ. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വിയുടെ വാല്യൂ എത്രയാണ്? വി കണ്ടുപിടിക്കാനാണ് പറയുന്നത്. വി കണ്ടുപിടിക്കണമെങ്കിൽ u തന്നിട്ടുണ്ട്, മാഗ്നിഫിക്കേഷൻ തന്നിട്ടുണ്ട്. അപ്പൊ മിററിന്റെ മാഗ്നിഫിക്കേഷൻ ആണെങ്കിൽ കണ്ടുപിടിക്കാനായിട്ട് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്, -v/u. -v/u എന്ന് പറയുന്നതാണ് ഇക്വേഷൻ. സോ -v/u എന്ന് പറയുന്ന ഇക്വേഷൻ പ്രകാരം നമ്മുടെ കയ്യിൽ എന്തുണ്ട്? മാഗ്നിഫിക്കേഷൻ ഉണ്ട്. മാഗ്നിഫിക്കേഷന്റെ വാല്യൂ എത്രയാണ്? +3/2 ആണ്. +3/2. അത് സമം മൈനസ് v നമുക്കറിയില്ല, പക്ഷെ u അറിയാം. എത്രയാണ്? സൈൻ ഉൾപ്പെടെ -30. അപ്പൊ ഇവിടെ 2 മൈനസ് സൈൻ ഉണ്ട്. മൈനസ് സൈൻ നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പൊ v സമം നമുക്ക് എന്ത് കിട്ടും? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 30 × 3. മൈനസ് സൈന് ക്യാൻസൽ ആയി പോയേ. 30 × 3/2 എത്ര കിട്ടും? 90/2, 45 സെന്റിമീറ്റർ. ഇവിടെ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് കിട്ടിയ സിമ്പിൾ എത്രയാണ്? പ്ലസ് ആണ്. സൈൻ പ്ലസ് ആണ്. അപ്പൊ അത് തന്നെയാണ് അതിന്റെ ഉത്തരത്തിന്റെ സൈൻ എന്ന് പറയുന്നത്. അപ്പോൾ പ്രോപ്പർ സൈൻ കൊടുത്ത് എങ്ങനെയാണോ ഉത്തരം കിട്ടുന്നത് അതാണ് അതിന്റെ സൈൻ എന്ന് പറയുന്നത്. അപ്പൊ +45 സെന്റിമീറ്റർ ആണ്. എന്ന് വെച്ചാൽ ആ കണ്ണാടി വെച്ചതിന്റെ പിറകിലായിട്ടായിരിക്കും നമുക്ക് ഇമേജ് കിട്ടുക. കാരണം അതിന്റെ പോളിൽ നിന്ന് നമ്മൾ ബാക്കോട്ടേക്ക് റൈറ്റ് സൈഡിലേക്ക് അളക്കുമ്പോഴാണ് പോസിറ്റീവ് സൈൻ കൊടുക്കുന്നത്. നമ്മൾ ഗ്രാഫ് ഓർമ്മിച്ച് വെച്ചാൽ മതി. ഒറിജിനിൽ നിന്ന് റൈറ്റ് സൈഡിലേക്കാണെങ്കിൽ പോസിറ്റീവ്, ഒറിജിനിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്കാണെങ്കിൽ നെഗറ്റീവ്. അപ്പൊ +45 സെന്റിമീറ്റർ ആണ്. കണ്ണാടിയുടെ പിറകിൽ 45 സെന്റിമീറ്റർ മാറിയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ആ ഒരു ഇമേജ് കിട്ടുന്നത്, വി കിട്ടുന്നത്. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. ഓപ്ഷൻ എ. ഓക്കെ, കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇവിടെ നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ഇക്വേഷൻ എന്താണ്? m = -v/u. അപ്പൊ മാഗ്നിഫിക്കേഷന്റെ കാര്യത്തിൽ നമുക്ക് പറയാൻ പറ്റുന്ന 3 ഇക്വേഷൻസ് ഞാനിവിടെ പറയാം. മിറർ എന്ന് പറയുന്ന രീതിയിലാണ് ചോദ്യം കാണുന്നതെങ്കിൽ, മിററുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണെങ്കിൽ മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കേണ്ട ബേസിക് ഇക്വേഷൻ ഹൈറ്റ് ഓഫ് ദ ഇമേജ് ഡിവൈഡഡ് ബൈ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്ട്. ഒന്നാമത്തെ ഇക്വേഷൻ ഹൈറ്റ് ഓഫ് ദ ഇമേജ് ഡിവൈഡഡ് ബൈ ഒന്നാമത്തെ ഇക്വേഷൻ. ഈ ഇക്വേഷൻ പഠിക്കുക. രണ്ടാമത്തെ ഇക്വേഷൻ മാഗ്നിഫിക്കേഷൻ എല്ലാ മിററിന്റെ കേസിലാണ്, കോൺവെക്സ് ആവട്ടെ കോൺകേവ് ആവട്ടെ. m = -v/u. ഈ മൈനസ് എന്ന് പറയുന്നത് ഓൾറെഡി ആ ഇക്വേഷന്റെ കൂടെ ഉള്ളതാണ്. ഇതിന് പുറമെയാണ് വിക്കും യുക്കും നിങ്ങൾ സൈൻ കൊടുക്കേണ്ടത്. ഇനി മൂന്നാമത്തെ ഇക്വേഷൻ m = f ഡിവൈഡഡ് ബൈ f - u. u എന്ന് പറയുമ്പോൾ നമ്മൾ അണ്ടർ എന്ന് ആലോചിച്ചാൽ മതി. ഡിനോമിനേറ്ററിലാണ് ഇത് വരുന്നത്. f/f - u. അണ്ടർ താഴെയാണ് വരുന്നത്. ഇനി നാലാമത്തെ ഒരു ഇക്വേഷൻ ഉണ്ട്. നാലാമത്തെ ഇക്വേഷൻ f - v ഡിവൈഡഡ് ബൈ f. v വരുമ്പോൾ മേലെ, u വരുമ്പോൾ താഴെ. ഇതിനൊക്കെ പ്രോപ്പർ സൈൻ കൺവെൻഷൻ പ്രകാരം തന്നെ നിങ്ങൾ ചെയ്യുക. സോ മാഗ്നിഫിക്കേഷന് ഇത്രയും ഇക്വേഷൻ എന്നുള്ള രീതിയിൽ മിററിന്റെ കേസിൽ ഓർത്തു വെക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്ത ചോദ്യം എന്താണ്? എ 6 സെന്റിമീറ്റർ ഹൈ നീഡിൽ, അതായത് ആ ഒബ്ജക്റ്റിന്റെ ഒരു നീഡിലാണ് വെച്ചിരിക്കുന്നത്. ഒബ്ജക്റ്റ് ആണത്. അപ്പൊ ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് പറയുന്നുണ്ട് 6 സെന്റിമീറ്റർ ആണ്.
ഈസ് പ്ലേസ്ഡ് അറ്റ് എ ഡിസ്റ്റൻസ് 20 സെന്റിമീറ്റർ. അപ്പോൾ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും ലെൻസിന്റെയും കണ്ണാടിയുടെയും മുന്നിലായിട്ടായിരിക്കും നമുക്ക് വെക്കാൻ സാധിക്കുന്നത്. അപ്പൊ എപ്പോഴും അതിന്റെ സിമ്പിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഈസ് പ്ലേസ്ഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഹൈറ്റ് അല്ല, ഹൈറ്റ് എന്ന് പറയുന്നത് നേരെയാണല്ലോ, മുകളിലോട്ടേക്കാണല്ലോ. അപ്പൊ 6 സെന്റിമീറ്റർ തന്നെയായിരിക്കും. ഇനി ഇത് വെച്ചിരിക്കുന്ന ഡിസ്റ്റൻസ് ആണ്, ലെൻസിൽ നിന്ന് വെച്ചിരിക്കുന്ന ഡിസ്റ്റൻസ് എത്രയാണ്? യു ആണ് 20 സെന്റിമീറ്റർ എന്ന് പറയുന്നത്. എപ്പോഴും ഒബ്ജക്റ്റിനെ ഫ്രണ്ടിലേ വെക്കാൻ പറ്റുള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ട് അതിന്റെ സൈൻ എന്തായിരിക്കും? നെഗറ്റീവ് സൈൻ ആയിരിക്കും. -20 സെന്റിമീറ്റർ ഇൻ ഫ്രണ്ട് ഓഫ് എ ലെൻസ് ഓഫ് പവർ. പവർ തന്നിട്ടുണ്ട്. പവർ എത്രയാണ്? -2.5 ഡയോപ്റ്റർ ആണ്. അപ്പൊ പവർ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. എങ്ങനെ കണ്ടുപിടിക്കുക? പവർ സമം 100 ഡിവൈഡഡ് ബൈ ഫോക്കൽ ലെങ്ത് ഇൻ സെന്റിമീറ്റർ എന്നാണ് ഇക്വേഷൻ. അപ്പോൾ ഫോക്കൽ ലെങ്ത് ഇൻ സെന്റിമീറ്റർ കണ്ടുപിടിക്കണമെങ്കിൽ 100 ഡിവൈഡഡ് ബൈ പവർ കണ്ടുപിടിച്ചാൽ മതി. പവർ എത്രയാ? -2.5. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഫോക്കൽ ലെങ്ത് -40 സെന്റിമീറ്റർ എന്ന് കിട്ടും. ഫോക്കൽ ലെങ്ത് എത്രയാ? -40 സെന്റിമീറ്റർ ആണ് അല്ലെ? -40 സെന്റിമീറ്റർ. അപ്പൊ എന്തൊക്കെ കിട്ടി? ഫോക്കൽ ലെങ്ത് കിട്ടി, യു കിട്ടി. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഹൈറ്റ് ഓഫ് ദ ഇമേജ് ഓഫ് ദ നീഡിൽ. ഇമേജിന്റെ ഹൈറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് മാഗ്നിഫിക്കേഷൻ തന്നെ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കാം. മാഗ്നിഫിക്കേഷൻ ലെൻസിന്റെ കേസിലാണെങ്കിൽ നിങ്ങൾ ഓർത്തിരിക്കണം, ലെൻസിന്റെ കേസിലാണെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാനായിട്ട് നമ്മുടെ കയ്യിലുള്ള ഇക്വേഷൻ. മിററിന്റെ കേസിലാണെങ്കിൽ F/F-U എന്നാണ്. ലെൻസിന്റെ കേസിൽ നിങ്ങൾ ഇങ്ങനെ ഓർത്തിരിക്കണം, M/F/F+U എന്നുള്ളതാണ് ഇക്വേഷൻ. സൈനിൽ ഒരു വ്യത്യാസമുണ്ട്. നിങ്ങൾക്ക് കൺവെൻഷനൽ ആയിട്ട് ചെയ്യാം. കൺവെൻഷനൽ ആയിട്ട് നമ്മൾ ഏതൊക്കെ ഇക്വേഷൻ ആണ് യൂസ് ചെയ്യുന്നത് നമുക്ക് പറയാം. ലെൻസിന്റെ കേസിൽ F/F+U ആണ്. സോ മാഗ്നിഫിക്കേഷൻ സമം ഫോക്കൽ ലെങ്ത് എത്രയാണ്? -40 ഡിവൈഡഡ് ബൈ -40 പ്ലസ് -20 എന്ന് കിട്ടും. ഈ മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ എന്താ? HI ഡിവൈഡഡ് ബൈ HO ആണ്. ഹൈറ്റ് ഓഫ് ദ ഇമേജ് ഡിവൈഡഡ് ബൈ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്ട്. ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്ട് എത്രയാണ്? 6 സെന്റിമീറ്റർ ആണെന്ന് പറയുന്നുണ്ട്. ഇതാണ് എന്തിന് സമം? മാഗ്നിഫിക്കേഷൻ F/F+U. -40 ഡിവൈഡഡ് ബൈ -40 -20 എന്ന് കിട്ടും. പ്ലസ് ഓഫ് മൈനസ് എന്ന് പറയുന്നത് മൈനസ് ആണ് വരിക. അപ്പൊ നമുക്ക് എന്താ കിട്ടുക? HI ഡിവൈഡഡ് ബൈ 6 സമം -40 ഡിവൈഡഡ് ബൈ -60. മൈനസ് നമുക്ക് ക്യാൻസൽ ചെയ്യാം. HI സമം എത്ര കിട്ടും? 6 ഗുണിക്കണം 4/6 എന്ന് പറയുമ്പോൾ 2/3 എന്നുള്ള രീതിയിൽ എഴുതാം. സോ ക്യാൻസൽ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 4 സെന്റിമീറ്റർ. ഹൈറ്റ് ഓഫ് ദ ഇമേജ് വളരെ എളുപ്പത്തിൽ കിട്ടി. എത്രയാണ്? 4 സെന്റിമീറ്റർ ആണ് ഹൈറ്റ് ഓഫ് ദ ഇമേജ് എന്ന് പറയുന്നത്. 4 സെന്റിമീറ്റർ. വളരെ സിമ്പിൾ ആണ്. മിററിന്റെ കേസിൽ മാഗ്നിഫിക്കേഷന്റെ ഇക്വേഷൻസ് എന്തൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചു. അങ്ങനെയെങ്കിൽ ലെൻസിന്റെ കേസിൽ എന്തൊക്കെയാണ് ഇക്വേഷൻ? നമുക്കൊന്ന് ക്രോഡീകരിച്ച് കാര്യങ്ങൾ പറയാനായിട്ട് ശ്രമിക്കാം. ലെൻസിന്റെ കേസിൽ മാഗ്നിഫിക്കേഷന്റെ ഇക്വേഷൻ ഒന്നാമത്തത് ബേസിക് ഇക്വേഷൻ ആണ്. നമ്മൾ നേരത്തെ പഠിച്ച പോലെ ഹൈറ്റ് ഓഫ് ദ ഇമേജ് ഡിവൈഡഡ് ബൈ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്ട്. ലെൻസിന്റെ കേസിൽ മാഗ്നിഫിക്കേഷന്റെ അടുത്ത ഇക്വേഷൻ V/U എന്നാണ്. ഇവിടെ മിററിന്റെ കേസ് പോലെ നെഗറ്റീവ് എന്നുള്ള സൈൻ ഇല്ല, ഇവിടെ പോസിറ്റീവ് ആണ്. V/U. മൂന്നാമത്തെ ഇക്വേഷൻ എഫിന്റെയും യുവിന്റെയും അടിസ്ഥാനത്തിൽ നമുക്ക് പറയാം M is equal to F/F+U ആണ്. മിററിന്റെ കേസ് ആണെങ്കിൽ F-U ആയിരുന്നു. ഇവിടെ എന്താണ്? F+U ആണ്. ഈ നാലാമത്തെ ഇക്വേഷൻ വിയുടെ സഹായത്തോടു കൂടി നമുക്ക് പറയാം M is equal to F-V/F. ഈ ഇക്വേഷൻ ഇങ്ങനെ തന്നെയാണ്, ഇതിൽ യാതൊരു മാറ്റവും ഇല്ല. M is equal to F-V/F. ഇപ്പൊ ലെൻസ് അത് കോൺകേവ് ആവട്ടെ കോൺവെക്സ് ആവട്ടെ, മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കാൻ നമുക്ക് ഇത്രയും ഇക്വേഷൻസ് യൂസ് ചെയ്യാം. 4 ഇക്വേഷൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. 1 2 3 4. അപ്പൊ മിററിന്റെയും ലെൻസിന്റെയും മാഗ്നിഫിക്കേഷൻ കണ്ടെത്തേണ്ട ഇക്വേഷനിൽ നിന്ന് നമുക്ക് പല കാര്യങ്ങൾ, എഫ് ആണ് തന്നതെങ്കിൽ യു കണ്ടുപിടിക്കാൻ പറ്റും, എഫ് തന്നിട്ടുണ്ടെങ്കിൽ വി കണ്ടുപിടിക്കാൻ പറ്റും, വി തന്നിട്ടുണ്ടെങ്കിൽ തിരിച്ച് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സൈഡിൽ എഴുതി വെച്ച് കാര്യങ്ങൾ വളരെ വൃത്തിയായിട്ട് കണ്ടുപിടിക്കാനായിട്ട് പറ്റും എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. അപ്പൊ ഈ ഇക്വേഷൻസ് വളരെ കൃത്യമായിട്ട് പഠിച്ചു വെച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്താനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 2 റെസിസ്റ്റേഴ്സ്, 2 റെസിസ്റ്ററുകൾ, ആ റെസിസ്റ്റൻസിന്റെ വാല്യൂ നമുക്ക് R1 4 ഓം, R2 4 ഓം. 2 റെസിസ്റ്റേഴ്സ് സെയിം ഈക്വൽ റെസിസ്റ്റൻസ് ആണ്. ആർ കണക്റ്റഡ് ഇൻ പാരലൽ കോമ്പിനേഷൻ ആണ്. പാരലൽ കോമ്പിനേഷൻ രണ്ടിനെയും
പാരലായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. എത്രയിലേക്ക്? ഒരു 5 വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുക്കുന്ന ബാറ്ററിയിലേക്ക്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കറണ്ട് കാണാനാണ്. ഇങ്ങനെയെങ്കിൽ ആദ്യം നമ്മൾ പാരലൽ കോമ്പിനേഷൻ ആയതുകൊണ്ട് ടോട്ടൽ റെസിസ്റ്റൻസ് കാണണം. പാരലൽ കോമ്പിനേഷൻ ആണെങ്കിൽ നമുക്കറിയാം 1/R സമം 1/R1 പ്ലസ് R1/R2 എന്നുള്ളതാണ്. ഇത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പാരലൽ ആണെങ്കിൽ ഓർത്തിരിക്കുക, ഷോർട്ട് കട്ട് ഇതാണ്. R ടോട്ടൽ അല്ലെങ്കിൽ R എഫക്റ്റീവ് എന്ന് നമ്മൾ പറയും, ടോട്ടൽ റെസിസ്റ്റൻസ്. പെട്ടെന്ന് കണ്ടുപിടിക്കാൻ നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി, R1 R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2. 2 റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഈ ഒരു ഷോർട്ട് കട്ടിൽ ചെയ്താൽ മതി. R എഫക്റ്റീവ് ഈക്വൽ ടു R1 R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നമ്മൾ റീ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെയായിരിക്കും കിട്ടുക. അപ്പൊ നമ്മുടെ ഇവിടുത്തെ ടോട്ടൽ റെസിസ്റ്റൻസ് എത്രയാ? R എഫക്റ്റീവ് സമം R1 4 R2 4 4 ഇൻറ്റു 4 ഡിവൈഡഡ് ബൈ 4 പ്ലസ് 4 8. ഓക്കെ, എത്ര കിട്ടും? 4/2. 2 ഓം ആണ് ഇവിടെയുള്ള ടോട്ടൽ റെസിസ്റ്റൻസ്. ടോട്ടൽ റെസിസ്റ്റൻസ് 2 ഓം മാത്രമേ കിട്ടുന്നുള്ളൂ. ഇനി വോൾട്ടേജ് എത്ര എന്ന് പറയുന്നുണ്ട്? വോൾട്ടേജ് 5 വോൾട്ട് ആണ്. കറണ്ട് ആണ് കണ്ടുപിടിക്കുന്നത്. ഓംസ് ലോ പ്രകാരം വോൾട്ടേജ് സമം കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് എന്നാണ്. ടോട്ടൽ റെസിസ്റ്റൻസ് നമുക്ക് ഓൾറെഡി കിട്ടി. ഇനി കറണ്ട് കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? കറണ്ട് സമം വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ്. ഇവിടെ റെസിസ്റ്റൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ടോട്ടൽ റെസിസ്റ്റൻസ് ആണ്. സോ I സമം V ബൈ R എഫക്റ്റീവ്. V എത്രയാണ്? 5 വോൾട്ട് ആണ്. 5 നമുക്ക് കിട്ടിയിട്ടുള്ള ടോട്ടൽ റെസിസ്റ്റൻസ് 2 ഓം. സോ 2.5 ആംപിയർ ആണ് ഈ ഒരു സർക്യൂട്ടിലൂടെ ഒഴുകുന്ന കറണ്ട് എന്ന് പറയുന്നത്. സിമ്പിൾ ആണ്. സോ സീരീസ് ആണോ പാരലൽ ആണോ എന്ന് കൃത്യമായിട്ട് ചോദ്യം വായിച്ച് ശ്രദ്ധിക്കുക. നമ്മുടെ ആൻസർ എന്താണ്? 2.5 ഓം ആണ്. യെസ്, 2.5 ഓം ആണ്. അപ്പോൾ നമ്മൾ കുറച്ചധികം ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കി ഈ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇക്വേഷൻസ് ഏതൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നതിനെ പറ്റി ഒരു ധാരണ കിട്ടിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അപ്പോൾ നമ്മൾ ഇതുപോലുള്ള കൺസെപ്റ്റുകൾ പഠിച്ച് കോമ്പറ്റേറ്റീവ് എക്സാം ക്രാക്ക് ചെയ്യാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ, എസ്പെഷ്യലി GD എക്സാം യൂണിഫോം പോസ്റ്റ് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നമ്മൾ SSC GD ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കോഴ്സ് ഫീ എന്ന് പറയുന്നത് 2,999 രൂപയാണ്. ഇതുപോലുള്ള വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. സോ താങ്ക് യു ഓൾ. ഈ പറഞ്ഞ കൺസെപ്റ്റുകളെല്ലാം നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.